ഹലോ നമസ്കാരം ഗൈസ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ബിഗ് ബോസ് കണ്ടന്റ് തന്നെയാണ്. വൈ? ബിക്കോസ് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താണ് നെവിൻ ഇങ്ങനെ ചെയ്യുന്നത്? നെവിൻ എന്താണ് ഇങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജിനെ ഇങ്ങനെ ഒരു ഗെയിം എത്തിക്സ് കളഞ്ഞിട്ട് ചെയ്യുന്നത്? അതേപോലെ മറ്റാൾക്കാരുകൾ അനീഷ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ മറ്റാൾക്കാരുകൾ ആരും ഇത് ചെയ്യല്ലേ, അല്ലെങ്കിൽ അക്ബർ ആണെങ്കിലും ആര്യനാണെങ്കിലും ആരെയൊക്കെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ മറ്റുള്ളവരൊന്നും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പോ നെവിൻ എന്തുകൊണ്ടാണ് അനുവിനോട് ഇങ്ങനെ ഒരു അറ്റാക്കിംഗ് ലെവല് കാണിക്കുന്നത് എന്നുള്ള ഒരു തോട്ട് എന്നിലോട്ട് വന്നു. അപ്പൊ എനിക്ക് തോന്നിയ കുറച്ച് തോട്ട്സ് ആണ് ഞാൻ നിങ്ങളിലോട്ട് വാരി വെതറുന്നത്. ഈ വെതറിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ആസ് യൂഷ്വൽ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്, നല്ല നല്ല കമന്റ്സിനും എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഓക്കെ, അപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടന്റ് കാര്യങ്ങൾ നമ്മൾ ഓൺ വോയിസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതേ സപ്പോർട്ട് ഉണ്ടാവണം. ബിഗ് ബോസ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടം വഴി ഓടരുത്. ഓക്കെ, അത് ബിഗ് ബോസ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ലൈവ് ആയിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുവിനോട് നെവിൻ ഇങ്ങനെ കാണിക്കുന്നത് ഒന്ന് റിയാക്ട് ചെയ്യില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്. ഓക്കെ, ഇത് ആദിലോടും നൂറോടും ഒക്കെ ആണെങ്കിൽ ഈ സംഭവം കാണിക്കില്ല. അങ്ങനെയാണെങ്കിൽ പഴയ കണ്ടസ്റ്റൻസിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും കാണിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ റിയാക്ട് ചെയ്യും, അതിലേക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. കാരണം അതിലേക്കൊന്നും ഇത്ര ക്ഷമ പോലും ഇല്ല. ഇപ്പൊ നമ്മുടെ അനുവിന് പകരം ആദിലയുടെ മേത്താണ് വെള്ളം ഒഴിച്ചിരുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നാളത്തെ ഒരു ഇതില് പുള്ളിയെ ഗെയിം കണ്ടന്റ് ഇതിൽ അതിലേക്ക് നന്നായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഇതിൽ മറ്റുള്ളവരും മിണ്ടുന്നില്ല. അപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഗെയിം ആണെങ്കിലും ഒരാൾ പോലും, ഈവൻ ക്യാപ്റ്റൻസ് ആണെങ്കിൽ പോലും ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യരുത്. ഞാനാണ് ക്യാപ്റ്റൻ, പോയി വെള്ളം എടുത്തോണ്ട് വന്നിട്ട് പിന്നെ ആരും വെള്ളം എടുത്തോണ്ട്, ആരും മറ്റേ പൊതപ്പിശുല് നല്ല ഗ്രഡ്ജ് ഉണ്ടാവും. ഇതിപ്പോ ലിറ്ററലി പേഴ്സണൽ ഗ്രഡ്ജിന്റെ ഒരു അറ്റാക്കിംഗ് ഫോമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാ വീക്കെൻഡ്സിലും വന്നിട്ട് ലാലേട്ടൻ അനുവിനെ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു സപ്പോർട്ടിങ് ഇല്ലാത്ത രീതിയിൽ, ഒരു സുഖമില്ലാത്ത രീതിയിൽ നെഗറ്റീവ്സ് പറയുന്നുണ്ട്. എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. നെവിനെ കൊണ്ട് തന്നെ കുറെ പ്രാവശ്യം അനുവിന്റെ കാര്യങ്ങൾ ചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നെവിൻ ഇപ്പൊ ശവനാറിപ്പൂവിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അനുമോള് നല്ല രീതിയിൽ തഗ് കൊടുക്കുന്നുണ്ട്. അത് ശവനാറിപ്പൂ മണക്കുന്നത് ശവനാറികളാണ്. അപ്പൊ അതുകൊണ്ട് ശവനാറികൾക്ക് അറിഞ്ഞോളൂ ശവനാറിപ്പൂവിന്റെ ഗുണം എന്നുള്ള രീതിയിൽ തഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് ചെയ്യുന്നത് ഒന്ന് തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസും, ദെൻ എല്ലാ വീക്കെൻഡ്സിലും വന്നിട്ട് ലാലേട്ടന്റെ ആ ഒരു നെഗറ്റീവ് ഇൻ ദ സെൻസ് ലൈക്ക് കൊച്ചിനോട് എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് മറ്റുള്ളവരോട് ഇതേവരെ ചൂടാവുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഇപ്പൊ കുറെ ആയില്ലേ സീസൺസ്, ഡേയ്സ് തുടങ്ങിയിട്ട്. അപ്പൊ എന്റെ ഒരു തോട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തും ചെയ്യാം, എന്തും പറയാം. അനുമോൾക്ക് ഓൾറെഡി നെഗറ്റീവ് ഉള്ളതാണ്. അത് ടീം മെമ്പേഴ്സ് ആരും ഒന്നും മിണ്ടാമോ. ലാലേട്ടൻ വരെ അനുമോളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു പ്രോപ്പർട്ടി ഡാമേജിന്റെ കാര്യത്തിലുള്ള വെള്ളം കുരു ഒഴിച്ചപ്പോഴും ബോൾ ഒഴിച്ചപ്പോഴും ഒരു വാണിംഗ് കൊടുത്തു. പക്ഷെ വെള്ളം ഒഴിച്ച സമയത്തൊന്നും സംസാരിച്ചില്ല. ബിഗ് ബോസ് മിണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന് അത് TRP ആണ്. ബിഗ് ബോസിന് കോണ്ടന്റ് ആണ് ഈ സാധനം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എവിടെ നോക്കിയാലും നെവിൻ അനു എന്നുള്ള സാധനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ ഗെയിമറാന്ന് പറഞ്ഞാലും എപ്പിസോഡ്സ് ഒക്കെ കാണുമ്പോഴും ഇത് അനുവിന് ഗുണമാണ്. കാരണം നെവിനോടുള്ളൊരു ഹെയ്റ്റ് ഇവിടെ ഇങ്ങനെ നെവിൻ സ്പ്രെഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നെവിൻ ഒരു ചലഞ്ചറായിട്ട് വരും. റിയാസിന്റെ ഒക്കെ ഒരു ഫോമിലോട്ട് നെവിൻ മാറിക്കഴിഞ്ഞു. അപ്പൊ നെവിൻ എന്തായാലും ഒരു ചലഞ്ചറായിട്ട് വരും. പക്ഷെ ഞാൻ പറയുന്നത്, ചലഞ്ചറായിട്ട് വരികയാണെങ്കിൽ പോലും ഒരു ഹെൽത്തി ഗെയിമറായിട്ട് മാറുന്നേ കുറച്ചുകൂടി നന്നായാണ്. അപ്പൊ ആകെ മൊത്തം ടോട്ടലി എന്റെ ഒരു തോട്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോളെ പറ്റി മൊത്തം നെഗറ്റീവ്സ് അനുമോൾ എല്ലാ വീക്കിലും ഫയർ ചെയ്യുന്നതുകൊണ്ടും അനുമോളോട് ചെയ്താൽ അനുമോൾ തിരിച്ചു റിയാക്ട് ചെയ്യില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിന്റെ ഭാഗമായിട്ടാണ് നെവിൻ കയറി അറ്റാക്ക് ചെയ്യുന്നതും മറ്റുള്ളവർ മിണ്ടാതിരിക്കുന്നത് ഒരുമാതിരി ഇട്ട് കൊടുക്കുന്ന മാതിരി. ഇപ്പൊ അക്ബർ ആണെങ്കിലും ആര്യനാണെങ്കിലും നെവിനെ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. നെവിൻ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലൊരു സൈലൻസ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ആകെ മൊത്തം ടോട്ടലി ആ കുട്ടി നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ, ഈ പറഞ്ഞ ഉദാഹരണം അതിലേക്ക് ആണെങ്കിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് ചാൻസ് കൂടുതലാണ്. ഇവിടെ രണ്ട് ഉദ്ദേശമാണ് ഉള്ളത്. ഒന്ന്, ബിഗ് ബോസിനെ സംബന്ധിച്ചിട്ടുള്ള കോണ്ടന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു സാധനത്തിന് അനുമോൾ എങ്ങാനും നെവിനെ കയറി അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾ നേരെ പുറത്തോട്ടാണ്. അപ്പൊ അത് ചെയ്യാതെ അനുമോൾ അതിൻ്റെ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ലാലേട്ടൻ വരുമ്പോൾ മേ ബി എനിക്കറിയത്തില്ല ഈ സാധനത്തിന് എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ചിലപ്പോൾ അനുമോളെ അധികം സംസാരിക്കാൻ സമ്മതിക്കില്ല, നെവിനെ ഒരുപാട് സംസാരിക്കാൻ സമ്മതിക്കും. അല്ലെങ്കിൽ അനുമോളോട് ചോദിക്കും, നൂറ് അന്ന് വെള്ളം ഒഴിച്ചപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, പിന്നെന്താണ് ഇപ്പോൾ ഒരാളങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ തിരിച്ചങ്ങനെ ചെയ്യാമോ? ഇതൊക്കെയല്ലേ ഗെയിം, ഇങ്ങനെയൊക്കെയാണ് ഗെയിം, ഇതാണ് പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മെന്റലി കം ഡൗൺ ആവണമെന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടാവുക. പക്ഷെ ഞാൻ ഒരു എന്താ പറയാ, ഒരാൾ കമന്റ് ഇട്ടു, നിങ്ങൾ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ആരുടെയും ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത്, പിന്നെ ഞാൻ എയറിൽ നിന്ന് സംസാരിക്കണോ? രണ്ടാൾക്കാരുടെ കാര്യങ്ങളിൽ രണ്ടാൾക്കാരുടെ തോന്നിയ കാര്യങ്ങളിലേ നമുക്ക് സംസാരിക്കുമല്ലോ, അതല്ലേ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയ ഈ ഒരു ഗ്രഡ്ജിന്റെ റീസൺ ചോദിക്കാനും പറയാനും ആരുമില്ല, അല്ലെങ്കിൽ ആ കൊച്ചു റിയാക്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു ഓപ്പൺ ക്ലീൻ ഷീറ്റ് നെവിൻ ഉള്ളതുകൊണ്ടാണ്. അത് നെവിന് മണ്ടത്തരാണ് നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമറായിട്ട് പുറത്തോട്ട് വന്നാലും നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയോടൊരു ഇഷ്ടം തോന്നണം. ആ ഇഷ്ടപ്പില്ല.